കേരളം വിധിയെഴുതി കഴിഞ്ഞു. UDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ മുന്നിൽ നിന്ന് നയിച്ചവർക്ക് അർഹമായ പരിഗണന ലഭിക്കുമോ? അതോ ഹൈക്കമാൻഡ് രാഷ്ട്രീയത്തിൻ്റെ കടുപ്പമേറിയ തീരുമാനങ്ങൾ കേരളത്തിലും നടപ്പിലാക്കപ്പെടും? നമ്മൾ കേരളത്തിൽ തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചായക്കടകളിലും കവലകളിലും കേൾക്കുന്ന പ്രധാന ചർച്ച VD സതീശനെ കുറിച്ചാണ്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നയിച്ചത് അദ്ദേഹമാണ്. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ സതീശന് വലിയൊരു സ്വീകാര്യതയുണ്ട്. കഷ്ടപ്പെട്ടവർക്ക് ഫലം കിട്ടണം എന്നതാണ് ചായക്കടയിലിരിക്കുന്ന ശരാശരി മലയാളിയുടെ അഭിപ്രായം. സതീശനെ കൂടാതെ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയും പരിഗണിക്കപ്പെടേണ്ട വ്യക്തതയാണ്. എന്നാൽ ഇപ്പോഴത്തെ ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് KC വേണുഗോപാലിൻ്റെതാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പദവിയും ഹൈക്കമാൻഡുമായുള്ള അടുപ്പവുമാണ് അദ്ദേഹത്തെ ഈ മത്സരത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ജനവികാരം എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് സതീശനും മറ്റു പ്രാദേശിക നേതാക്കളും തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. എന്നാൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചില MLAമാരുടെ നിലപാടുകളിൽ മാറ്റം വരുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമാകില്ല. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. വോട്ട് ചോദിക്കുമ്പോൾ ഒരു മുഖവും ഭരിക്കാൻ ഇരിക്കുമ്പോൾ മറ്റൊരു മുഖവും കാണിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, മകളെ കാണിച്ച് അമ്മയെ കെട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കരുത്. സതീശന്റെ നേതൃത്വത്തെ കണ്ടാണ് ജനങ്ങൾ വലിയൊരു വിഭാഗം വോട്ട് ചെയ്തതെങ്കിൽ ആ ജനഹിതത്തെ മാനിക്കാൻ പാർട്ടി ബാധ്യസ്ഥരാണ്. കഠിനാധ്വാനം ചെയ്തവർ തഴയപ്പെടുകയും അധികാരം വരുമ്പോൾ മാത്രം ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുന്നവർ കസേര പിടിക്കുകയും ചെയ്യുന്നത് പ്രവർത്തകരുടെ ആവേശം കെടുത്തും. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഗ്രൂപ്പ് കളിക്കും ഹൈക്കമാൻഡ് താല്പര്യങ്ങൾക്കും അപ്പുറം താഴെത്തട്ടിലുള്ള സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കാൻ നേതൃത്വം തയ്യാറാകുമോ? അതോ വരും ദിവസങ്ങളിൽ ഇന്ദിരാഭവനിന് മുന്നിൽ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധങ്ങളായിരിക്കുമോ? നമ്മൾ സാക്ഷ്യം വഹിക്കുക, കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.